ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളും വന്നിരിക്കുന്നത് ഒരു പുതുമയാർന്ന വാഹനവും വെറൈറ്റി വാഹനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. റെനോൾഡിന്റെ ഡ്രൈവർ ഓട്ടോമാറ്റിക് 2021 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിലുള്ളത്. 48,000 കിലോമീറ്റർ ഡീസലിൽ ഈ വാഹനം ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഈ വാഹനം നോക്കുമ്പോൾ ഗുഡ് കണ്ടീഷനിലായിട്ടാണ് കാണാൻ കഴിയുന്നത്. 3 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിന്റെ 4 ടയറുകളും അലോവിയിലാണ്. എവിടെയും തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണിത്. നമുക്കതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം. വാം വൈറ്റ് കളർ ബ്ലാക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ വൈറ്റ് കളറിൽ ചെറുതായിട്ടൊരു അൾട്രേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിലെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ലെതറിന്റെ അടിപൊളി സീറ്റ് തന്നെയാണ്. ഇപ്പോ ഡാഷ്ബോർഡിലാണെങ്കിലും ക്യാമറ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ പക്ക കൂളിംഗിൽ തന്നെ ഉള്ളത്. ഫ്ലോർ ആയാലും നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ പാസഞ്ചർ സൈഡ് നോക്കാം. അതേപോലെ തന്നെ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഈ പാസഞ്ചർ സൈഡിലും കാണാൻ പറ്റും. മൊത്തത്തിൽ ഈ വാഹനം അടിപൊളി ഗുഡ് കണ്ടീഷനിലാണ് ഇന്റീരിയർ കാണാൻ കഴിയുന്നത്. നമുക്കതിന്റെ എഞ്ചിൻ റൂം നോക്കാം. എഞ്ചിൻ റൂം നോക്കുമ്പോഴും അപ്രൈസറിൽ കാര്യങ്ങളൊക്കെ ആ കമ്പനിയിൽ നിന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ എഞ്ചിന്റെ ഭാഗത്തായാലും ചളിയോ കറയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എക്സൈഡിന്റെ ആ കമ്പനി തന്ന ബാറ്ററി തന്നെയാണ്. ഒരു വാഹനം നമ്മൾ നോക്കാൻ വരുമ്പോൾ അതിന്റെ എഞ്ചിൻ റൂമാണ് നമ്മൾ ആദ്യം തുറന്നു നോക്കുക. എഞ്ചിൻ റൂം അടിപൊളി പക്ക ആണെങ്കിൽ നമുക്ക് ആ വാഹനം എടുത്താൽ ഒരു മോശം വരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീറ്റ് ആവുമെന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ വാഹനം അത് നോക്കുമ്പോൾ നല്ലൊരു വാഹനം തന്നെയാണത്. ഇതിന്റെ ഡിക്കി ഭാഗം നോക്കാം. ഡിക്കില് 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ അധികം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. കുറച്ച് ഇതേ ഉണ്ടാവുള്ളൂ. 7 സീറ്റർ ആയാലും ആ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇതിന്റെ ഫ്ലോർ ആയാലും തന്നെ അതുപോലെ തന്നെ റൂഫ് ആയാലും തന്നെ നല്ല നീറ്റ് ആയിട്ട് തന്നെയാണുള്ളത്. സൺറൈസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷനാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അലോയിലൊക്കെ വരുന്ന 4 ടയറുകളാണുള്ളത്. അതുപോലെ തന്നെ ഫ്രഷ് പുതിയ ടയർ തന്നെയാണ് 4ഉം. വാഹനത്തിന്റെ എവിടെയും ഒരു പോറൽ പോലും ഇല്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നുള്ളത്. അപ്പൊ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വാഹനത്തിന്റെ വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവരുമായി കോണ്ടാക്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക. ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 6,45,000 റുപ്യാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വാങ്ങാൻ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിലോ ഇത് നല്ലൊരു രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണ് ഈ പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. എല്ലാ കൂട്ടുകാർക്കും വാഹന പ്രേമികൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.